ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിത് അടുത്തൊരു യാത്രയിലേക്ക് പോവാണ്. ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെന്മാറ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ വരുന്ന നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ വന്നേക്കണത്. അപ്പോൾ ഇവിടെ കയറി അടിയിൽ ഒരു ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കൊടുക്കണം. രാവിലെ ഒരു 7 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ അങ്ങോട്ടാണ് അവിടെ സമയം കൊടുത്തേക്കണത്. വൈകിട്ട് 5 മണിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞേക്കണത്. പിന്നെ ഇവിടെ നിന്ന് കയറി പോരുമ്പോൾ തന്നെ നോക്കിയാൽ പോത്തുണ്ടി ഡാമിന്റെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അവിടെ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്. പിന്നെ ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങന്മാരെ ഭയങ്കര ശല്യമാണ്. നമ്മുടെ ചെക്ക് പോസ്റ്റിൽ കയറി വരുന്നിടത്ത് തന്നെ വെച്ച് തന്നെ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് കുരങ്ങൻ കയറിയിട്ട് ഞങ്ങളവിടെ നെന്മാറ ടൗണിൽ നിന്ന് അരിനെല്ലിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ തട്ടിപ്പറിച്ചിട്ട് കൊണ്ടുപോയി. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അരിനെല്ലിക്ക് പോയ പോലെ വലിയ മൊബൈൽ സാധനങ്ങളൊക്കെ അവന്മാരെ അടിച്ചുകൊണ്ട് പോട്ടാ. അപ്പൊ അതും കൂടി ശ്രദ്ധിച്ചോളോ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നെന്മാറയിൽ നിന്നിട്ട് ഇവിടുന്ന് പോകണമായിരിക്കും നെല്ലിയാമ്പതിയിലത്തെ കാഴ്ചകൾ കണ്ട് പോവാം. അങ്ങനെ ഓക്കെ. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇങ്ങനെയുള്ളൊരു യാത്ര. നാട്ടിലെ തിക്കും തിരക്കും ബഹളവും അതൊക്കെ മാറ്റിവെച്ച് കാടിന് നടുക്കൂടെ പോകാനൊരു ആഗ്രഹം. ഈ റോഡുകളിലൂടെയുള്ള യാത്ര അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് വളവുകളും തിരിവുകളും ഒക്കെ കൂടുതലാണ്. തുടക്കത്തിൽ തന്നെ ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ ചിലരൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ചെന്നാലല്ല, നിങ്ങൾ ചെന്നാലും ഉണ്ടാകും. പ്രതീക്ഷിക്കാതായിരിക്കും അവരുടെ സ്വീകരണമൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് തട്ടിയെടുത്തോണ്ട് പോകാൻ നോക്കുക അവർ. ഞങ്ങൾക്കൊക്കെ പേടിയുണ്ടായിരുന്നു. കാറിൻ്റെ അകത്തൊക്കെ കയറാനൊക്കെ നോക്കി. പക്ഷേ നാട്ടിലെ മനുഷ്യരെക്കാട്ടിൽ വിശ്വസിക്കാം കാട്ടിലെ ഇങ്ങനെയുള്ള ജീവികളെ. ഈ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇനിയുള്ള യാത്ര അത്ര സുഖമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓഫ് റോഡിലൂടെയാണ് പോകുന്നത്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ജീപ്പ് പറഞ്ഞിട്ടുണ്ട്, അതിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഓഫ് റോഡൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യമേ കണ്ട കാഴ്ച ഈ കാണുന്നതാണ്. ഒരു കുരങ്ങൻ കാറിയായിട്ടിരുന്ന ഒരു ഐസ്ക്രീം കഴിക്കുന്നു. അതേതൊക്കെ വ്യൂവിൽ നിന്ന് എടുക്കാമെന്ന് നമ്മുടെ ശരത്തും. നിങ്ങൾക്കാർക്കും തരില്ല എന്നുള്ള ഭാവത്തിലാണ് നമ്മുടെ കുരങ്ങൻ ചേട്ടൻ ഐസ്ക്രീം കഴിക്കുന്നത്. ഇനി നീയൊക്കെ തട്ടിക്കൊണ്ടു പോകുമെന്നുള്ളൊരു ഭാവം കൂടി ഉണ്ട് അവന്റെ മുഖത്തില്ലേ. നമ്മളങ്ങനെ യാത്ര ചെയ്ത് ഇപ്പൊ നമ്മുടെ സീതാകുണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയാല് കുറച്ചുകൂടെ ഭംഗിയുള്ള കാഴ്ചകൾ കാണാം. ഞാൻ കുട പിടിച്ചേക്കുന്നത് നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട്, നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇവിടെയുള്ളൊരു മെയിൻ വ്യൂ പോയിന്റ് ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് നടക്കുക കേട്ടോ. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറിയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വളരെ ശുദ്ധമായ വായുവാണ് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, തണുപ്പും ചൂടും ചേർന്നിട്ടുള്ളൊരു കാലാവസ്ഥ. ഈ വ്യൂ പോയിന്റ് കാണാൻ നല്ല ഭംഗിയാണ്. ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം. പക്ഷെ ഇവിടെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. ഒരു 4 വർഷം മുൻപ് 2 ചെറുപ്പക്കാര് ഇവിടുന്ന് മറിഞ്ഞു വീണു. അവർക്ക് എന്ത് സംഭവിച്ചതാണെന്ന് അറിയില്ല. ഇപ്പോഴും അവരെക്കുറിച്ചുള്ള തെരച്ചിൽ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ യാത്രയിൽ ഞങ്ങൾ കൂടുതൽ കണ്ടത് തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഒക്കെയാണ് കേട്ടോ. അതിലേക്ക് കൂടുതൽ കൃഷി ഇവിടെയൊക്കെ തന്നെയാണല്ലോ നടക്കുന്നത്. ഇവിടെയുള്ള കാഴ്ചകളെല്ലാം കഴിഞ്ഞു. അടുത്ത യാത്ര ഓഫ് റോഡിലേക്കാണ്. ഈ യാത്രകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും ആ ഒരു യാത്ര എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.